അങ്ങനെ വിധി വന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യമില്ല, അറസ്റ്റ് ചെയ്യാൻ തടസ്സമില്ല. അതേപോലെ തന്നെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു. നേരത്തെ സസ്പെൻഷനേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം പുറത്താക്കിയിരിക്കുന്നുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഇനി MLA സ്ഥാനം രാജിവെക്കുമോ എന്നുള്ളത് കണ്ടറിഞ്ഞ് തന്നെ കാണണം. അതേപോലെ തന്നെ ഇനിയുള്ളൊരു സംശയം കീഴടങ്ങുന്നത് എവിടെയായിരിക്കുമെന്നുള്ളതാണ്. കാരണം ഇനിയിപ്പോൾ അറസ്റ്റ് ചെയ്യാനൊന്നും തടസ്സമില്ലാത്ത സ്ഥിതിക്ക് അധികം നാളൊന്നും അദ്ദേഹത്തിന് ഒളിവിൽ താമസിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും കീഴടങ്ങാനാണ് സാധ്യത. കാരണം ഓരോ സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോലീസ് എത്തുന്നതിന് മുമ്പ് പോകാൻ അദ്ദേഹത്തിന് പോലീസുകാർ തന്നെ സഹായം എത്തിച്ചു കാണും എന്നാണ് അറിയാൻ സാധിച്ചത്. അല്ലെങ്കിൽ പിന്നെ ആ പോലീസുകാർ എത്തുന്നത് അദ്ദേഹം എങ്ങനെ അറിയാനാണ്, അല്ലേ? അപ്പോൾ വേടനെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഓടിച്ച്, ഇതുപോലെ തന്നെ ഒരു ബലാത്സംഗ വീരനായിരുന്നു വേടൻ. വേടനെ ഓടിച്ചു പിടിച്ച് ഒരു അവാർഡ് കൊടുത്ത് വിടുകയാണ് ചെയ്തത്. അതുകൂടെ നമ്മൾ മനസ്സിൽ കാണണം. അതേപോലെ തന്നെ നാറിവനെ ചുവന്നാൽ ചുമന്നവനെ നാറും എന്ന് പറഞ്ഞ രാജ്മോഹൻ ഉണ്ണിത്താൻ 7 വർഷം മുമ്പ് നമുക്കൊരു വീഡിയോ ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കോമഡിയാണ് കേട്ടോ. എനിക്ക് കോമഡി ആയിട്ടാണ് ഇതൊക്കെ തോന്നുന്നത്. കാരണം എന്ന് ചോദിച്ചാൽ ഓരോ സാഹചര്യം വരുമ്പോഴേ ഇതുപോലെ മുകേഷ് പറയുന്നു MLA സ്ഥാനം രാജിവെക്കണമെന്ന്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ മലയാളികൾ പഴയ കാര്യങ്ങൾ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ മറന്നു പോകുന്നതാണോ അതോ മനഃപൂർവ്വം വിസ്മരിക്കുന്നതാണോ? ഇവരെയൊക്കെ ജയിപ്പിച്ച് വിട്ട അവരുടെ അവസ്ഥ, പാലക്കാടുകാരുടെ ഒരു അവസ്ഥ, ഷാഫി പറമ്പിലിൻ്റെ ഒരു അവസ്ഥ, ഇതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആലോചിച്ച് പോവുകയാണ്, അല്ലേ? എന്താണ് സത്യം പറഞ്ഞാൽ കൊച്ചു കേരളത്തിൽ നടക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അതേപോലെ തന്നെ ഈ സ്വർണ്ണപ്പാളി കേസ്, അതുപോലെ തന്നെ നമ്മുടെ ചേച്ചി വന്നിട്ട് തീവ്രത അളക്കുന്നു. എന്തൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ. ഇനിയിപ്പം എന്തായാലും അടുത്ത നമ്മൾ കാത്തിരിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങുന്നത് എവിടെയായിരിക്കും, അദ്ദേഹം ഇപ്പോൾ എവിടെയാണുള്ളതെന്നൊക്കെ ഉള്ള ഒരു വ്യാകുലതയാണ് ഇപ്പോൾ എല്ലാ ചാനലുകാർക്കും ഉള്ളത്. അതേപോലെ തന്നെ അദ്ദേഹം കീഴടങ്ങുമോ എന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ നമുക്ക് പൊതുജനങ്ങൾക്കുമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സത്യത്തിൽ സംഭവം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി.